ഹലോ ഗൈസ്. ബിഗ് ബോസ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. അതുപോലെ തന്നെ പതിവ് പോലെ തന്നെ കഴിഞ്ഞ ദിവസവും ബിഗ് ബോസ് വളരെ രസകരമായിരുന്നു. കണ്ടസ്റ്റൻ്റൊക്കെ നന്നായിട്ട് അവരുടെ ഗെയിം കളിച്ചു. കണ്ടൻറ് ഉണ്ടാക്കേണ്ടവർ അങ്ങനെ എല്ലാ രീതിയിലും ചെയ്യുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം പറയുകയുണ്ടായി, രേണുവിൻ്റെ തലയിൽ നിറച്ച് പേനാണ്, അത് വലിയ വിഷയമായി, ക്യാമറ എല്ലാം കാണുന്നുണ്ട് എന്നെല്ലാം ഉള്ള ചർച്ചയാണ് ഇവിടെ നടന്നത്. അപ്പം ഒരു ഡിബേറ്റ് ബിഗ് ബോസ് ഇവർക്കൊരു ഡിബേറ്റ് കൊടുത്തു, 2 പേർക്ക് വെച്ച് ഡിബേറ്റ്. അതിലെ ശുചിത്വം സാഹചര്യത്തെ ആശ്രയിച്ചാണ് എന്ന് രേണുവും, ശുചിത്വവും സാഹചര്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഡോക്ടർ ബിനിയും സംസാരിക്കണം. അപ്പോൾ അതൊരു ഡിബേറ്റ് ആയിരുന്നു. ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 2 മിനിറ്റാണ്. 2 മിനിറ്റ് കൊണ്ട് പറയാനുള്ള പോയിൻറ്റ്സ് എല്ലാം പറഞ്ഞു തീർക്കണം എന്നൊക്കെയാണ്. അപ്പം ഡോക്ടർ ബിനി പറഞ്ഞിരിക്കുന്നത് ശുചിത്വവും സാഹചര്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് പേഴ്സണൽ കാര്യമാണ്. രേണു ചേച്ചി തന്നെ ഇവിടെ മേക്കപ്പിന് ധാരാളം സമയമെടുക്കുന്നുണ്ട്. അടുക്കും ചിട്ടയുമില്ലാതെ ഒക്കെ ഇരിക്കുന്നു. മുടി ചെയ്യുന്നതിനും പൗഡർ ഇടുന്നതിനും ഒക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതിലെ കുറച്ച് സമയം എടുത്തൊന്ന് മുടിയൊന്ന് ചെയ്യുന്നതിന് എടുത്താൽ എന്താണെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ രേണു ബെഡ് മടക്കി വയ്ക്കുന്നത് ഉൾപ്പെടെ, അതുപോലെ തന്നെ കിച്ചണിൽ വരുമ്പോൾ മുടി ഒതുക്കി കെട്ടണം എന്നൊക്കെ ആണ് നമ്മുടെ ഡോക്ടർ ബിനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിനിയുടെ ടൈം കഴിഞ്ഞു. അതിനുശേഷം രേണു എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. രേണു ഇതിനെ നഖശിഖാന്തം എതിർത്തു. രേണുവിൻ്റെ വാദമുഖങ്ങളൊക്കെ നിരത്തുകയുണ്ടായി. കൈയടിയോടുകൂടിയാണ് മറ്റ് കണ്ടസ്റ്റൻ്റൊക്കെ അതിനെ, രേണുവിൻ്റെ അഭിപ്രായത്തെ എതിരേറ്റത്. രേണു പറഞ്ഞത് എന്താണ്? ശുചിത്വവും സാഹചര്യവുമായിട്ട് വലിയ ബന്ധമുണ്ട്. അതായത് എൻ്റെ എനിക്ക് മുടിയില്ല, അതുകൊണ്ട് എക്സ്റ്റൻഷനാണ് എൻ്റെ മുടിയായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ എക്സ്റ്റൻഷനിൽ നിന്നും എന്തോ ഒന്ന് കട്ടയായിട്ട് പൊഴിഞ്ഞ് താഴെ വീഴുന്നുണ്ട് എന്നാണ് രേണു പറഞ്ഞ് സമർത്ഥിക്കുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം അനുമോൾ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്ന് രേണുവിൻ്റെ തലയിൽ ഇങ്ങനെ എന്തോ ഒപ്പിയെടുത്തു. അതായത് അന്നേരം കുറച്ച് എക്സ്റ്റൻഷൻ ഇളകി വീണു. അത് കണ്ടാൽ പെയിൻ പോലെയാണ് ഇരിക്കുന്നത് എന്നാണ് രേണു പറയുന്നത്. അതുപോലെ തന്നെ അത് കളയണമെങ്കിൽ എൻ്റെ കയ്യിൽ വായ അകലമുള്ള ചീപ്പില്ല, വലിയ ചീപ്പുണ്ടെങ്കിലേ അത് നമുക്ക് കോതി റെഡിയാക്കുവാൻ പറ്റൂ എന്നൊക്കെയാണ് രേണുവിൻ്റെ അഭിപ്രായം പറഞ്ഞത്. അതുപോലെ തന്നെ സാഹചര്യം അനുസരിച്ചാണ് ശുചിത്വം വേണ്ടത്. ഞാൻ ദേഹം കഴുകുന്നുണ്ട്, ഇതൊന്നും എനിക്ക് ആരെയും കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. തലയൊന്നും കഴുകുവാൻ പറ്റില്ല, കാരണം എൻ്റെ തലയിൽ എക്സ്റ്റൻഷനാണ് ഉള്ളത്, എനിക്കതുകൊണ്ട് ചില അസൗകര്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് രേണു പറയുന്നത്. അതുപോലെ തന്നെ രേണു പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പം നമുക്കിപ്പോൾ വെള്ളം വന്നില്ല, അപ്പോൾ അതൊരു സാഹചര്യവുമായിട്ട് രേണു എടുത്തു കാണിച്ച ഒരു വിഷയമാണ്. വെള്ളമില്ല, പൈപ്പിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ കുളിച്ചാൽ മതി. അപ്പോൾ അതാണ് സാഹചര്യം എന്നതുകൊണ്ട് രേണു ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വെള്ളമില്ലെങ്കിൽ നമുക്ക് കുളത്തിൽ പോയി കുളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് കുളത്തിൽ ഇറങ്ങുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കുളത്തിൽ ഇറങ്ങി കുളിക്കുവാനൊന്നും പറ്റത്തില്ല. അപ്പോഴും സാഹചര്യമാണ് നമുക്ക് വരുന്നത്. സാഹചര്യത്തിനനുസരിച്ചാണ് ശുചിത്വം. അപ്പം നമുക്ക് കുളിക്കുവാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വെള്ളം എടുക്കുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം. അതാണ് സാഹചര്യം. അപ്പോൾ ഈ 2 കാര്യവും, കുളത്തിലെ വെള്ളത്തോടും അതുപോലെ തന്നെ വെള്ളം വന്നില്ലെങ്കിൽ, പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിലും ഒക്കെ നമുക്ക് കുളിക്കുന്നതിന് അസൗകര്യമുണ്ടാകും. അപ്പോൾ അത് നമ്മൾ അതൊക്കെ ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാണ് രേണു ഇവിടെ കൗണ്ടർ പോയിന്റുകൾ നിരത്തുന്നത്. അതുപോലെ തന്നെ രേണു പറയുന്നത്, എൻ്റെ തലയിൽ നിന്നും പേൻ പോലെയുള്ള സാധനമാണ്, കട്ട പോലെയുള്ള ഒരു സാധനമാണ് താഴേക്ക് വീണത്, അത് കണ്ടാൽ പേനാണെന്നേ തോന്നൂ എന്നും നമ്മുടെ രേണു എന്ന നല്ല കണ്ടസ്റ്റൻറ്റ് പറഞ്ഞിരിക്കുകയാണ്. കൊള്ളാം, നല്ല കൗണ്ടറാണ്, നല്ലൊരു ഗെയിം തന്നെയാണ്, നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് രേണു വന്നത്. രേണു അവിടെ പതറാതെ രേണു പിടിച്ച് നിൽക്കുകയുണ്ടായി. കൈയടിച്ച് ആണ് എല്ലാവരും മറ്റ് കണ്ടസ്റ്റൻ്റ് ഇതിനെ പാസ്സാക്കിയത്, കയ്യടിയോടുകൂടി രേണുവിന്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം രേണുവിന് അവിടെയുള്ള സ്വാധീനം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. രേണു സുധിയുടെ നല്ല ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളാണ് രേണു അവിടെ നിരത്തിയത്. വാദമുഖങ്ങൾ നിരത്തി ഡോക്ടർക്കൊന്നും പറയുവാനില്ലാതെയായി. അതുപോലെ തന്നെ ജഡ്ജസ്
വിലയിരുത്തിയത്. രണ്ടുപേരും പലപ്പോഴും സബ്ജക്റ്റിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോവുകയുണ്ടായി എന്ന് പറഞ്ഞു. എങ്കിലും പറഞ്ഞതിൽ ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞത് രേണുവാണ് ഈ ഡിബേറ്റിൽ വിജയിച്ചത്. രേണുവിൻ്റെ കുറ്റം പറഞ്ഞെങ്കിൽ പോലും രേണുവിന് ഈ ഡിബേറ്റിൽ വിജയിക്കുവാനായിട്ട് സാധിച്ചു. അത് രേണുവിനെ സംബന്ധിച്ച് രേണുവിൻ്റെ ഈ ഗെയിം പ്ലാനൊക്കെ വളരെ നല്ല രീതിയിൽ രേണു മുന്നേറുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയുവാൻ. കഴിഞ്ഞ ദിവസം രേണു വളരെ ഡെസ്പായിട്ട് കരഞ്ഞുകൊണ്ടാണ് രേണു പറഞ്ഞത് എനിക്ക് ബിഗ് ബോസ് വിട്ട് പോകണം എന്നൊക്കെ ക്യാമറയെ നോക്കി രേണു പറയുകയുണ്ടായി. ഞാൻ പൊയ്ക്കൊള്ളാം എന്നൊക്കെ രേണു പറയുകയുണ്ടായി. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, അനുമോൾ എൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ച് എൻ്റെ മുടിയിൽ ഇങ്ങനെ തുടച്ചപ്പോഴാണ് കുറച്ച് എൻ്റെ ആ കട്ടകൾ ഇളകി വീണു. അപ്പോൾ ആരവിടെ കുറ്റക്കാരായി? രേണുവിൻ്റെ ഭാഗത്ത് യാതൊരു കുറ്റവുമില്ല. രേണു അവിടെ വാദങ്ങൾ നിരത്തി രേണു അവിടെ വിജയിയായിട്ട് ഈ ഡിബേറ്റിൽ രേണു വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ രേണു മുന്നോട്ട് പോകട്ടെ രേണു മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം നമുക്ക് രേണുവിനെ ആശംസിക്കാം. ഈ ബിഗ് ബോസ് തീരുന്നതുവരെ രേണു അവിടെ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ബിഗ് ബോസ് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു.